നമസ്കാരം. പ്രധാന വാർത്തകൾ. മാനവിക ഐക്യവും സാഹോദര്യവും ശക്തിപ്പെടുത്താൻ ഓണം നൽകുന്ന സന്ദേശം ഏറെ പ്രസക്തമാണെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. പാലക്കാട് ജില്ലാതല ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. കീഴാറ്റൂർ ആക്കപ്പറമ്പിൽ ഷോക്കേറ്റ് സഹോദരങ്ങളായ 2 യുവാക്കൾ മരിച്ചു. വെട്ടത്തൂർ എഴുതല സ്വദേശികളായ ഫാസിൽ, സാഹിർ എന്നിവരാണ് മരിച്ചത്. കോഴിഫാമിലേക്ക് തീറ്റ ഇറക്കുന്നതിനിടെയാണ് സംഭവം. മണ്ണാർക്കാട് നഗരസഭയിലെ നികുതി പിരിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ ട്രൈബ്യൂണലിന്റെ സ്റ്റേ ഉത്തരവ് നഗരസഭ പാലിക്കുന്നില്ലെന്ന് പരാതി. പട്ടാമ്പി ഓക്സിജൻ പാർക്ക് ജനങ്ങൾക്ക് തുറന്നുകൊടുക്കുന്നതിൽ കൃഷിവകുപ്പ് താൽപര്യം കാണിക്കുന്നില്ലെന്ന് മുഹമ്മദ് മുഹസിൻ MLA. ചരിത്രം ആവർത്തിച്ച് പെരിന്തൽമണ്ണ PTM ഗവൺമെന്റ് കോളേജ്. അറബിക് വിഭാഗം ബിരുദത്തിൽ 1ാം റാങ്ക് ഉൾപ്പെടെ 5 യൂണിവേഴ്സിറ്റി റാങ്കുകൾ PTMലെ വിദ്യാർത്ഥികൾക്ക്. വാർത്തകൾ വിശദമായി. സമൂഹത്തിൽ മാനവിക ഐക്യവും സാഹോദര്യവും ശക്തിപ്പെടുത്താൻ ഓണം നൽകുന്ന സന്ദേശം ഏറെ പ്രസക്തമാണെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. കേരളത്തിന്റെ പൈതൃകത്തിലേക്കും പാരമ്പര്യത്തിലേക്കുമുള്ള യാത്ര കൂടിയാണ് ഇത്. ലോകമെമ്പാടുമുള്ള മലയാളികളെ പരസ്പരം കോർത്തുപിടിക്കുന്നതാണ് ഓണത്തിന്റെ സന്ദേശമെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് രാപ്പാടി ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ ജില്ലാതല ഓണാഘോഷ പരിപാടി ശ്രാവണപ്പൊലിമയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തനിമ വിളിച്ചോതുന്ന പരമ്പരാഗത നാടൻ കലാരൂപങ്ങളെ ഇത്തരം ആഘോഷങ്ങൾ വഴി സജീവമായി നിലനിർത്താനും പുതുതലമുറയ്ക്ക് മുൻപിൽ എത്തിക്കാനും ഇത്തരം പരിപാടികൾ മുഖേന സാധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇന്ന് ജനങ്ങൾക്കിടയിൽ അനൈക്യമുണ്ടാക്കാനും ജനങ്ങളെ ഭിന്നിപ്പിക്കാനും വിദ്വേഷം പകർത്താനും അതുപോലെ തന്നെ മനുഷ്യരിൽ സ്വാർത്ഥതയൊക്കെ കൂടുതൽ കുടിക്കൊള്ളുന്ന ഒരു കാലഘട്ടമാണ്. തീർച്ചയായും ഓണത്തിന്റെ സന്ദേശം ഇതിനൊക്കെ എതിരെ നമ്മുടെ ഒരു മാനവിക ഐക്യം ശക്തിപ്പെടുത്താൻ ഉപകരിക്കുന്ന ഒന്നാണ്. ഓണക്കാലത്ത് വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിച്ച് മലയാളികൾക്ക് മികച്ച രീതിയിൽ ഓണം ആഘോഷിക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും സർക്കാർ കാര്യക്ഷമമായി നടപ്പാക്കിയതായി പരിപാടിയിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി KM തുളസി പറഞ്ഞു. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ വളരെ ജാഗ്രതയോട് കൂടിയിട്ടുള്ള ഒരു മുന്നൊരുക്കം ഓണത്തോടനുബന്ധിച്ച് നമ്മുടെ നാട്ടിൽ, നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട്. അതിൽ എല്ലാവരും, പൊതുജനങ്ങൾ പ്രത്യേകിച്ചും എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഈ ഓണത്തെ ആഘോഷിക്കുന്നുണ്ട്. സിവിൽ സപ്ലൈസ്, സഹകരണം, കൃഷി തുടങ്ങിയ വകുപ്പുകൾ സംയോജിതമായി ശക്തമായ ഇടപെടലുകളാണ് നടത്തിയത്. പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിലും മികച്ച ഗുണമേന്മയിലും ജനങ്ങളിലേക്ക് എത്തിക്കാൻ 100 ഔട്ട്ലെറ്റുകൾ തുറന്നിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. രമേശ് പിഷാരടി MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. VK ശ്രീകണ്ഠൻ MP, DTPC ജില്ലാ സെക്രട്ടറി ഡോക്ടർ SV സിൽബർട്ട് ജോസ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ദിനേശൻ തുടങ്ങിയവരും പങ്കെടുത്തു. വൈകിട്ട് പഞ്ചവാദ്യത്തോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. തുടർന്ന് കണ്യാറുകളി, പൊറാട്ടുകളി, സിനിമാ താരം കൃഷ്ണപ്രഭയും സംഘവും അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങളും അരങ്ങേറി. ഓഗസ്റ്റ് 28 വരെ രാപ്പാടി ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന് പുറമെ വെള്ളിയാങ്കല്ല് പൈതൃക പാർക്ക്, ശ്രീകൃഷ്ണപുരം ബാപ്പുജി ചിൽഡ്രൻസ് പാർക്ക് എന്നീ വേദികളിലാണ് ജില്ലയിലെ ഓണാഘോഷ പരിപാടികൾ നടക്കുന്നത്. വിനോദസഞ്ചാര വകുപ്പ്, ജില്ലാ ഭരണകൂടം, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഓണാഘോഷം നടക്കുന്നത്. കോഴിഫാമിന് സമീപം സ്ഥാപിച്ച വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് സഹോദരങ്ങൾ മരിച്ചു. കീഴാറ്റൂർ ആക്കപ്പറമ്പ് നിരവിലുണ്ടായ അപകടത്തിൽ വെട്ടത്തൂർ എഴുതല സ്വദേശികളായ പട്ടിക്കുത്തൻ ഫാസിൽ, സഹോദരൻ സാഹിർ എന്നിവരാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെ ഫാമിലേക്ക് തീറ്റ എത്തിക്കുന്നതിനിടെയാണ് അപകടം. കോഴി ഫാമുകളിലേക്ക് തീറ്റ എത്തിക്കുന്ന ലോറിയിലെ ജീവനക്കാരാണ് ഫാസിലും സാഹിറും. ബുധനാഴ്ച രാവിലെ 8:30 നിരവിലെ ഫാമുകളിലേക്ക് സാധനങ്ങൾ വിതരണം ചെയ്ത് വരികയായിരുന്നു. അവസാനത്തെ ഫാമിൽ കോഴിത്തീറ്റകൾ എത്തിക്കാൻ ഇരുവരും ലോറിയിൽ നിന്ന് ഇറങ്ങി എളുപ്പവഴിയിലൂടെ നടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കാട്ടുപന്നികളെ തുരത്താൻ സ്ഥാപിച്ച കമ്പിവേലിയിൽ നിന്നാണ് വൈദ്യുതാഘാതം ഏറ്റത് എന്നാണ് നിഗമനം. ഇരുവരെയും പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ മേലാറ്റൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കീഴാറ്റൂർ. മണ്ണാർക്കാട് നഗരസഭയിൽ നികുതി കുടിശ്ശിക പിരിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ട്രൈബ്യൂണലിന്റെ സ്റ്റേ. ജൂലൈ 27 ഇറങ്ങിയ സ്റ്റേ നടപ്പാക്കാൻ നഗരസഭ ഇതുവരെ തയ്യാറായിട്ടില്ല. നഗരസഭയിലെ 5 വീട്ടുടമകൾ നൽകിയ റിവിഷൻ പെറ്റീഷനിലാണ് ട്രൈബ്യൂണലിന്റെ വിധി. മണ്ണാർക്കാട് നഗരസഭാ സെക്രട്ടറി, നഗരസഭാ ഫിനാൻസ് സ്ഥിരം സമിതി എന്നിവരാണ് എതിർകക്ഷികൾ.
2023 വരെയുള്ള നികുതി കുടിശ്ശിക അടയ്ക്കാൻ ആവശ്യപ്പെട്ട് നഗരസഭ നോട്ടീസ് നൽകിയിരുന്നു. ഇത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ചും നോട്ടീസ് പ്രകാരം കുടിശ്ശിക അടച്ച തുക തിരിച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ട് കഴിഞ്ഞ നഗരസഭാ ഭരണസമിതിയിലെ ഫിനാൻസ് കമ്മിറ്റിക്ക് അപ്പീൽ നൽകിയിരുന്നു. എന്നാൽ ഫിനാൻസ് കമ്മിറ്റി അപ്പീൽ നിരസിച്ചതിനെ തുടർന്നാണ് ട്രൈബ്യൂണലിലെ പരാതിക്കാർ സമീപിച്ചത്. അപ്പീൽ പരിഗണിച്ച ട്രൈബ്യൂണൽ വിധി പുറപ്പെടുവിച്ചു. ഇനി ഒരു ഉത്തരവ് വരുന്നതുവരെ നികുതി കുടിശ്ശിക പിരിക്കുന്നത് നിർത്തിവെക്കണമെന്നാണ് ട്രൈബ്യൂണലിന്റെ വിധി. എന്നാൽ ഈ വിധി അറിഞ്ഞ ഭാവം നഗരസഭ നടിക്കുന്നില്ലെന്നാണ് കോടതിയെ സമീപിച്ചവരുടെ പരാതി. പട്ടാമ്പി ഓർച്ചിഡുമായി ബന്ധപ്പെട്ടുള്ള ഓക്സിജൻ പാർക്ക് ജനങ്ങൾക്ക് തുറന്നുകൊടുക്കുന്നതിൽ കൃഷിവകുപ്പ് വലിയ താൽപര്യം കാണിക്കുന്നില്ലെന്ന് മുഹമ്മദ് മുഹസിൻ MLA. ഓർച്ചാട് നവീകരണവുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിലായിരുന്നു MLAയുടെ വിമർശനം. ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കൃഷി വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം പൊതുവായിട്ട് ഓക്സിജൻ പാർക്കിനോട് താല്പര്യം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാർക്കോ ഫാമോ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിനോടോ താല്പര്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളൊരു വലിയൊരു സ്വപ്നം വിഭാവനം ചെയ്ത് തുടങ്ങി ഫണ്ട് അനുവദിച്ച് അതിന്റെ പ്രവർത്തനങ്ങളുമായി പോയി കഴിഞ്ഞാൽ അതിന്റെ ബാക്കി അനുബന്ധ സൗകര്യങ്ങൾ ചെയ്യേണ്ടതും അത് വൃത്തിയായി സൂക്ഷിക്കേണ്ടതും അത് ജനങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലും ചെയ്യേണ്ടത് ഇതിന്റെ കസ്റ്റോഡിയനായിട്ടുള്ള കൃഷി വകുപ്പാണ്. കൃഷി വകുപ്പിന്റെ തന്നെ സബ്സിഡറി ആയിട്ടുള്ള KLDC ആണ് ഇതിന്റെ നിർമ്മാണ ചുമതല. അപ്പോ ഈ വകുപ്പുകൾ ഇതിനകത്തുള്ള ആളുകൾ തമ്മിലുള്ള ഏകോപനം ഇത് നന്നായി സൂക്ഷിക്കണം അതുപോലെ ഏറ്റവും മികച്ച രീതിയിൽ ഇത് പൂർത്തീകരിച്ച് ഏറ്റവും നന്നായി കൊണ്ടുപോകണം എന്നുള്ളതിലും വകുപ്പിന്റെ ഭാഗത്ത് അത്ര തന്നെ പോസിറ്റീവ് അല്ല പല ആളുകളും. ഏതൊക്കെയോ 1-2 ഉദ്യോഗസ്ഥർക്ക് ഇത് വലിയ താല്പര്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ആരൊക്കെയാണ് എന്നുള്ളത് എനിക്കറിയില്ല. എന്തായിരുന്നാലും അതിപ്പോ നമ്മൾ കണ്ടുപിടിക്കാം. പക്ഷെ ഈ ഫാമിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ഇത് ജനങ്ങൾക്ക് വളരെ പ്രയോജനം കിട്ടുന്ന രീതിയിൽ പോകണം. ഏറ്റവും മികച്ച രീതിയിൽ ഓക്സിജൻ പാർക്ക് എന്ന് നമ്മൾ പറയുന്ന ആളുകൾക്ക് നന്നായി ശ്വസിക്കാനുള്ള വായു മാത്രമല്ല, വന്നിരിക്കാനുള്ള ഇടം എന്നുള്ള നിലക്ക് മാത്രമല്ല, കൃഷിയുടെ ഉൽപ്പന്നങ്ങളും ഫാമിന്റെ ഉൽപ്പന്നങ്ങളും കൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള മുന്നോട്ട് പോകണം. ചരിത്രം ആവർത്തിച്ച് പെരിന്തൽമണ്ണ PTM ഗവൺമെന്റ് കോളേജ്. അറബിക് വിഭാഗത്തിൽ ബിരുദത്തിൽ 5ാം തവണയും യൂണിവേഴ്സിറ്റിയിൽ 1ാം റാങ്ക് കോളേജ് കരസ്ഥമാക്കി. മികച്ച ഗ്രേഡിംഗ് നേടി ഷഫ്ല ഷെറിനാണ് 1ാം റാങ്ക് നേടിയത്. ആദ്യ 10ൽ 5 റാങ്കും PTM കോളേജ് സ്വന്തമാക്കി. പെരിന്തൽമണ്ണ പൂക്കോയത്തങ്ങൾ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് അറബിക് വിഭാഗം വീണ്ടും ചരിത്ര നേട്ടം കരസ്ഥമാക്കി. ഈ വർഷം ഏപ്രിലിൽ നടന്ന BA അറബിക് ബിരുദ പരീക്ഷയിൽ തുടർച്ചയായി 5ാം വർഷവും യൂണിവേഴ്സിറ്റി തലത്തിൽ 1ാം റാങ്ക് നേടിയാണ് PTM കോളേജ് ചരിത്ര വിജയം കുറിച്ചത്. മികച്ച ഗ്രേഡ് നേടി ഷഹ്ല ഷെറിനാണ് 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. 1ാം റാങ്ക് ഉൾപ്പെടെ ആദ്യ 10 റാങ്കുകളിൽ 5 റാങ്കുകളും PTM കോളേജിലെ വിദ്യാർത്ഥികൾ സ്വന്തമാക്കി. ആദില K, മുഹമ്മദ് നവാസ് M, റഷമോൾ KP, ഹിബാസന M എന്നീ വിദ്യാർത്ഥികൾ യഥാക്രമം 2, 6, 8, 9 റാങ്കുകൾ നേടി. മുൻ വർഷങ്ങളിലും അറബിക് BA, MA പരീക്ഷകളിൽ യൂണിവേഴ്സിറ്റി തലത്തിൽ അറബിക് പഠന വിഭാഗം നിരവധി റാങ്കുകൾ കരസ്ഥമാക്കി മികച്ച വിജയം നേടിയിരുന്നു. റാങ്ക് ജേതാക്കളെ കോളേജ് പ്രിൻസിപ്പൽ അഫ്സൽ ജമാൽ പ്രത്യേകം അഭിനന്ദിച്ചു. അറബിക് വിഭാഗത്തിന്റെ അക്കാദമിക് മികവും അധ്യാപകരുടെ കഠിനാധ്വാനവുമാണ് ഈ തുടർച്ചയായ നേട്ടത്തിന് പിന്നിലെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. അറബിക് വിഭാഗം തലവൻ ഡോക്ടർ ജാബിർ K റാങ്ക് ജേതാക്കളെ അനുമോദിച്ചു. വിദ്യാർത്ഥികളുടെ സമർപ്പണവും സ്ഥിരോത്സാഹവും കാരണമാണ് ഈ വിജയമെന്ന് ഡോക്ടർ ജാബിർ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. ഇടവേള. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ മുടങ്ങിക്കിടന്ന തൊഴിലാളികളുടെ വേതനത്തിന്റെ ഒരു ഗഡു കൂടി ഒറ്റപ്പാലം നഗരസഭ വിതരണം ചെയ്തു. നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് 34 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് തുക ലഭ്യമാക്കിയത്. ഓണം പ്രമാണിച്ച് നഗരസഭയിലെ 600ഓളം വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് ഒരു വർഷത്തെ കുടിശ്ശികയുടെ ഒരു പങ്ക് ലഭിച്ചത്. ഓണക്കാലത്ത് വേതനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ വാർഡുകളായ മൈലുംപുറം, അഴീക്കലപ്പറമ്പ്, ആപ്പേപ്പുറം, വില്ലഞ്ചിറ, അമൃത സ്കൂൾ, പനമണ്ണ സൗത്ത് തുടങ്ങിയ വാർഡുകളിലെ തൊഴിലാളികൾ കഴിഞ്ഞ 10-ാം തീയതി നഗരസഭാ സെക്രട്ടറിയെ നേരിൽ കണ്ട് നിവേദനം നൽകിയിരുന്നു. എന്നാൽ വേതനത്തിനായുള്ള വിഹിതം സംസ്ഥാന സർക്കാർ ഇതുവരെ അനുവദിച്ചിട്ടില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. 2025-26 സാമ്പത്തിക വർഷത്തിലെ പ്രവൃത്തികൾക്കായി തൊഴിലുറപ്പ് വേതന ഇനത്തിൽ 3.07 കോടി രൂപയാണ് നഗരസഭയ്ക്ക് സർക്കാരിൽ നിന്ന് ഇനി ലഭിക്കാനുള്ളത്.
സർക്കാർ വിഹിതം വൈകിയതോടെ തൊഴിലാളികളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ നേരത്തെ നഗരസഭ സ്വന്തം ഫണ്ടിൽ നിന്ന് 1.12 കോടി രൂപ നൽകിയിരുന്നു. സർക്കാർ ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് ഇത് തനത് ഫണ്ടിലേക്ക് തിരികെ വകയിരുത്താനായിരുന്നു തീരുമാനം. ഫണ്ട് ലഭിക്കാത്തതിനാൽ നിലവിൽ നഗരസഭാ പരിധിയിലെ തൊഴിലുറപ്പ് പണികളെല്ലാം നിലച്ച മട്ടിലാണ്. ഇത് ഓണക്കാലത്ത് തൊഴിലാളികളെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയിരുന്നു. പുതിയ വിതരണം കൂടി പൂർത്തിയായതോടെ വേതനത്തിനായി മാത്രം നഗരസഭ ഇതുവരെ 1.46 കോടി രൂപ സ്വന്തം ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചതായി വൈസ് ചെയർമാൻ കെ രാജേഷ് അറിയിച്ചു. കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ ഓണാഘോഷ പരിപാടികൾ നടത്തുന്നതിനെതിരെ പ്രതിഷേധം രൂക്ഷം. BJP മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലെത്തി പ്രതിഷേധം അറിയിച്ചു. വർഷങ്ങളായി നടന്നുവരുന്ന ഓണാഘോഷ പരിപാടി കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ ഇത്തവണ ഇല്ലാത്തത് കാഞ്ഞിരപ്പുഴയിലെയും പാലക്കാട് ജില്ലയിലെയുമുള്ള ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് BJP നേതാക്കൾ ആരോപിച്ചു. നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മലമ്പുഴ ഉദ്യാനം അടച്ച സാഹചര്യത്തിൽ ജില്ലയിൽ നിന്ന് നിരവധി ആളുകൾ ഡാമിലേക്ക് എത്തുമായിരുന്നു. ഉദ്യാനത്തിൽ ഇത്തവണ ഓണപരിപാടികൾ ഉപേക്ഷിച്ചതെന്തുകൊണ്ടാണെന്ന് കോങ്ങാട് MLAയും മന്ത്രിയായിട്ടുള്ള KA തുളസി മറുപടി പറയണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. കോങ്ങാട് മണ്ഡലത്തിലെ കാഞ്ഞിരപ്പുഴ ഡാമും ഉദ്യാനവും ഓണം ആഘോഷിക്കേണ്ട സമയത്ത് അധികൃതർ നിരുത്തരവാദിത്തപരമായി പെരുമാറിയെന്ന് നേതാക്കൾ പറഞ്ഞു. കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നമുക്കറിയാം, നമ്മളുടെ ഈ കോങ്ങാട് അസംബ്ലി മണ്ഡലത്തിൽ ഉള്ള ഒരു കാഞ്ഞിരപ്പുഴ ഡാമും ഉദ്യാനവും വർഷങ്ങളായിട്ട് ഓണാഘോഷ പരിപാടികൾ ഈ കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ നടന്നു വരികയാണ്. പക്ഷേ ഇത്തവണ കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ ഓണാഘോഷ പരിപാടിക്ക് വിലക്ക് കൽപ്പിച്ചിട്ടുണ്ട്. PD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്ന് 100 ദിവസം തികയാൻ നിൽക്കുന്ന ഈ വേളയിൽ ഈ കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിനോടുള്ള അവഗണന ഈ കോങ്ങാട് MLAയും കേരളത്തിന്റെ പട്ടികജാതി വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ശ്രീമതി തുളസി അവരുടെ അനാസ്ഥ കൊണ്ട് മാത്രമാണ് ഇത്തവണ ഈ കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ ഇത്തരത്തിൽ ഓണാഘോഷം നടത്താൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം, മലമ്പുഴ ഉദ്യാനം കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഈ സമയത്ത് പാലക്കാട് ജില്ലയിലെയും മലപ്പുറം ജില്ലയിലെയും ഒക്കെ ആളുകൾക്ക് വന്ന് ഓണം ആഘോഷിക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല പ്രകൃതിരമണീയമായിട്ടുള്ള ഈ കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തെ ഇത്തവണ ഓണാഘോഷ പരിപാടികൾ വിലക്കിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് കോങ്ങാട് MLA ജനങ്ങളോട് വ്യക്തമാക്കേണ്ടതുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി ഇതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. വരും ദിവസങ്ങളിൽ ശ്രീമതി കോങ്ങാട് MLAക്കെതിരെയായിട്ടുള്ള ശക്തമായ പ്രതിഷേധങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. BJP മണ്ഡലം പ്രസിഡന്റ് നിതിൻ ശങ്കർ, ജില്ലാ വൈസ് പ്രസിഡന്റ് രവി അടിയത്ത്, കാഞ്ഞിരപ്പുഴ ഏരിയ പ്രസിഡന്റ് അനൂപ്, പൊറ്റശ്ശേരി ഏരിയ പ്രസിഡന്റ് വിജയൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഉഷ, രമ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. ഓണക്കാലത്ത് പരസ്പര സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉത്രാടം പൂനിലാവിൽ പെരിന്തൽമണ്ണയിലെ സാംസ്കാരിക സമ്മേളനം. ശ്രുതിലയ ഓർക്കസ്ട്രയുടെ 3ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായാണ് ഉത്രാടപ്പൂനിലാവ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. ലഹരി വിമുക്ത ബോധവൽക്കരണ സന്ദേശം കൂടിയായി ഈ പരിപാടി. കലാസാംസ്കാരിക രംഗത്തേക്ക് ചുവടുവച്ച ശ്രുതിലയ ഓർക്കസ്ട്രയുടെ 3ാം വാർഷികാഘോഷം എരിക്ക ഹോട്ടൽ ഇന്റർനാഷണൽ ഹാളിലാണ് നടന്നത്. ഐശ്വര്യത്തിന്റെയും നന്മയുടെയും ഗൃഹാതുരസ്മരണകൾ വന്നെത്തിയ ഒരു പൊന്നോണം കൂടി മാഞ്ഞുപോകുമ്പോൾ നാം എല്ലാവരും ഒന്നാണെന്ന സമഭാവനയെ ഈ സാംസ്കാരിക സദസ്സ് ഓർമ്മപ്പെടുത്തി. പെരിന്തൽമണ്ണ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ MB ഫസൽ മുഹമ്മദ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ നമ്മൾ വളരെ വൈദഗ്ധ്യമാർന്ന പശ്ചാത്തലങ്ങളുള്ള ആളുകളൊക്കെ ഒരുമിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നമ്മൾ മുമ്പോട്ട് പോവുക. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ നമ്മൾ മാറ്റി നിർത്തിയാൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ഓണക്കാലം നമ്മുടെ മീഡിയാസ് മുഴുവൻ ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാൻ കഴിയും. ഇന്നങ്ങ് കേരളത്തിന്റെ മലയാളികൾ അങ്ങ് ഓണം ഏറ്റെടുത്തിരിക്കുകയാണ്.
അതിൽ ജാതിയോ മതമോ പ്രായമോ അങ്ങനത്തെ ഒരു മാറ്റവും ഇല്ലാതെ എല്ലാ ഭാഗത്തും ഓണത്തിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക. എങ്ങും ആഘോഷങ്ങളുടെ രീതി പുതിയ വൈബായി മാറുകയും സമൂഹമാധ്യമങ്ങളിൽ റീൽസും വൈറലും നിറയുകയും ചെയ്യുന്ന ഇക്കാലത്തെ ഓണത്തിന് എന്തോ കൈമോശം വന്നിട്ടുണ്ടെന്ന് ചടങ്ങിൽ സംസാരിച്ച മുൻ ചലച്ചിത്ര സംവിധായകനും സാംസ്കാരിക പ്രവർത്തകനുമായ മേലാറ്റൂർ രവിവർമ്മ അഭിപ്രായപ്പെട്ടു. ആ ഹാപ്പിനെസ് ആണ് ഞാൻ പറഞ്ഞത് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അതിപ്പോ ഇപ്പോഴത്തെ തലമുറ ഇവിടെ പറയുന്നില്ല. നമ്മളെ ഒരു കുറച്ച് ഇവിടെ പറ്റുന്ന ആൾക്കാരിലൊക്കെ ഈ ഓണത്തിന് നമ്മൾ ആഘോഷിക്കുന്നു ഒക്കെ ശരിയാണ്. ഞാൻ പറഞ്ഞ പോലെ എല്ലാം ഉണ്ടെങ്കിലും ഇതൊരു കുറവ് നമ്മളെ ഭയപ്പെടുത്തുന്നു, ഭീതിപ്പെടുത്തുന്നു. ആ നല്ലൊരു കാലഘട്ടം നമ്മളെ ആ ഓർമ്മകൾ അയവർക്കൊണ്ട് അതെ പ്രകൃതി വരെ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അത്രയധികം മാറ്റങ്ങൾ കൊണ്ടുവരും. ആ ഓണക്കാലത്തിന്റെ അത് വരുമ്പോ തന്നെ ഭൂമി മുഴുവൻ അലങ്കൃതമായിട്ടുണ്ടാവും. സസ്യലതാദികള്, പൂക്കള്, ചാറ്റൽ മഴകള്, പക്ഷികളുടെ ശബ്ദം, ഇതെല്ലാം അവസാനിച്ചു കഴിഞ്ഞാൽ വളരെ മെക്കാനിക്കലായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് നമ്മൾ വന്നുപോയിരിക്കുന്നത്. ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനും അധ്യാപകനുമായ KS ഹരിഹരൻ മുഖ്യപ്രഭാഷണം നടത്തി. ഓണത്തിന്റെ ബേസായി പറയുമ്പോൾ ഓണം നമുക്കറിയുന്നത് നമുക്ക് ഇവിടെ മനുഷ്യരെല്ലാവരും ഒന്നാവുന്ന ഒരു കാലം. വർണ്ണസ്ഥലങ്ങൾ പറഞ്ഞു, ജാതിയും മതവും വർഗവും ഇല്ലാതെ എല്ലാ മനുഷ്യരും പ്രകൃതിയും ഒന്നാകുന്ന ആ മഹത്തായ സുന്ദരമായ ഒരു സങ്കല്പം, അത് ഓണസങ്കല്പമാണ്. അത് നമ്മുടെ സ്വന്തമാണ്, കേരളത്തിന് സ്വന്തമാണ്, വേറെ എവിടെയില്ല. മുൻ ADM N മെഹ്റലി, പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ്, സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് പ്രസിഡന്റ് MM മുസ്തഫ, TK രാജേന്ദ്രൻ, രമേശ് ഭട്ട് ഏലംകുളം, എരിക്ക ഹോട്ടൽ ഇന്റർനാഷണൽ MD ഷുഹൂദ്, MJ റിയാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ലഹരി വിപത്തിനെതിരെ ഏകപാത്ര നാടകം നിരവധി വേദികളിൽ അവതരിപ്പിച്ച കലാകാരൻ അഷ്റഫ് മുന്നയെ ചടങ്ങിൽ അനുമോദിച്ചു. ലഹരി വിരുദ്ധ പ്രവർത്തകനായ അഷ്റഫ് മുന്നയുടെ അരുത് ഏകാംഗ നാടകം വേദിയിൽ അവതരിപ്പിച്ചു. എത്ര നേരം നിങ്ങളെ വിളിക്കാൻ തുടങ്ങിയിട്ട് ഒന്ന് നീക്കിങ്ങളെ മനസ്സിൽ നട്ടപ്പേരിറങ്ങിപ്പോയതല്ലേ, കിടക്കുക. കാണാല്ലേ, ഒന്നര വൈകുന്നേരം പോയതാ, ഇന്നലെ രാത്രി പെരേക്ക് വന്നിട്ടില്ല. ഞാൻ പിന്നെ രാത്രി നിങ്ങളോട് പറയാതിരുന്നതാ. ഓൻ എവിടുക്കാ പോയെന്ന് നിങ്ങളൊന്ന് പോയി അന്വേഷിക്കും. ഓൻ എവിടെ പോവാനാണ്? ഓൻ അവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. ഇതൊന്നും മുണ്ടാതിരുന്നാ മതി. അല്ലെങ്കിൽ ഞാൻ ഓനെ കാത്തിരിക്കുകയാണ്. ഓൻ വരട്ടെ കേട്ടോ. ഒന്നെങ്കിൽ ഓനെ അല്ലെങ്കിൽ ഞാന് ഓനെ രണ്ട് കാര്യങ്ങൾ നടത്തിക്കൊള്ളട്ടെ. ഞാന് അത് പോലീസ് സ്റ്റേഷനിൽ എന്ത് സാധന പ്രശ്നം? വിഷങ്ങൾ പലതുണ്ടരുതേ അവയുടെ അടുത്തുപോലും ചെല്ലരുതേ. ശിരസുയർത്തി പറയുക ലഹരി കടിക്കടിൽ ഒരു നാളും. ഏതുതരം ലഹരി പദാർത്ഥങ്ങളും നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശ്രുതിലയ ഓർക്കസ്ട്രയിലെ ഗായകനും ഗാനലോകത്തേക്ക് പുതുതായി കടന്നുവന്ന ഗായകരും വേദിയിൽ ഗാനങ്ങൾ ആലപിച്ചു. Mati maka
ശ്രുതിലയ ഓർക്കസ്ട്ര പ്രവർത്തകരായ രമേശ് ഭട്ട് ഏലംകുളം, MJ റിയാസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കലാസാംസ്കാരിക രംഗത്തെ പ്രവർത്തനം കൂടുതൽ വിപുലമാക്കുമെന്ന് രമേശ് ഭട്ട് പറഞ്ഞു. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ശ്രുതിലയ ഓർക്കസ്ട്രയുടെ ലക്ഷ്യം ലഹരിക്കെതിരെ നല്ലൊരു പോരാട്ടം. പെരിന്തൽമണ്ണയിലൊക്കെ വളരെ മോശപ്പെട്ട രീതിയിലാണ് മുനിസിപ്പാലിറ്റിക്കൊക്കെ അറിയാതെ പ്രസംഗിച്ച പ്രാസംഗികന്മാർക്ക് എല്ലാവർക്കും അതിനെപ്പറ്റി നല്ലപോലെ അറിയാം. ഞങ്ങളുടെ ലക്ഷ്യം അത് തന്നെയാണ്. പുതിയ കലാകാരന്മാരെ വളർത്തിക്കൊണ്ടുവരിക, പുതിയ പാട്ടുകാരെ വളർത്തിക്കൊണ്ടുവരിക, സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യുക, ലഹരിക്കെതിരെ ശക്തമായി പോരാടുക. ഇതാണ് ശ്രുതിലയ ഓർക്കസ്ട്രയുടെ ലക്ഷ്യം. സാമൂഹിക സമരസതയുടെയും കാരുണ്യത്തിന്റെയും സന്ദേശം പകർന്ന് നിലമ്പൂർ കരുളായി വനവാസി ഊരിൽ പെരിന്തൽമണ്ണ വള്ളുവനാട് വിദ്യാഭവന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റുകൾ നൽകി. വിദ്യാലയത്തിലെ ഹിന്ദുസ്ഥാൻ സ്കൗട്ട് ആൻഡ് ഗൈഡ് അംഗങ്ങളും മാതൃസമിതി അംഗങ്ങളും അധ്യാപകരും ചേർന്നാണ് വനവാസി കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ എത്തിച്ചത്. പെരിന്തൽമണ്ണ വള്ളുവനാട് വിദ്യാഭവന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ കരുളായി വനവാസി ഊരിൽ ഓണക്കിറ്റ് വിതരണം ചെയ്ത് സാമൂഹിക സമരസതയുടെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പകർന്നു. വിദ്യാലയത്തിലെ ഹിന്ദുസ്ഥാൻ സ്കൗട്ട് ആൻഡ് ഗൈഡ് അംഗങ്ങളും മാതൃസമിതി അംഗങ്ങളും അധ്യാപകരും ചേർന്നാണ് വനവാസി കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ എത്തിച്ചത്. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ സ്നേഹവും ഐക്യവും സാഹോദര്യവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിദ്യാലയ പ്രിൻസിപ്പൽ P. ഹരിദാസിന്റെ നേതൃത്വത്തിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും കരുളായി ഉൾവന മേഖലയിലെ വനവാസി ഊരിലെത്തിയത്. അക്കാദമിക് കോർഡിനേറ്റർ ശാലിനി C, ഹിന്ദുസ്ഥാൻ സ്കൗട്ട് ആൻഡ് ഗൈഡ് ഇൻചാർജ് P. ധന്യ, C. ഹരികുമാർ, അധ്യാപകരായ ബിനീഷ് കുമാർ, U. ജിജേഷ്, CK. ഇന്ദു എന്നിവരും മാതൃസമിതി അംഗങ്ങളായ മൃദുല C, രഞ്ജിത P തുടങ്ങിയവരും ഹിന്ദുസ്ഥാൻ സ്കൗട്ട് ആൻഡ് ഗൈഡ് കേഡറ്റുകളും പങ്കെടുത്തു. വിദ്യാർത്ഥികളിൽ സേവന മനോഭാവം, സാമൂഹിക പ്രതിബദ്ധതയും സഹജീവി സ്നേഹവും വളർത്തുന്നതിന് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറെ പ്രാധാന്യമുള്ളതാണെന്ന് സംഘാടകർ പറഞ്ഞു. പഠനത്തോടൊപ്പം സമൂഹത്തോടുള്ള ഉത്തരവാദിത്വവും കുട്ടികളെ വളർത്തിയെടുക്കുക എന്ന വിദ്യാലയത്തിന്റെ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഇത്തരം സേവന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതെന്നും പ്രിൻസിപ്പൽ P. ഹരിദാസ് പറഞ്ഞു. വനവാസി ഊരിലെ കുടുംബങ്ങളുമായി ഓണസന്തോഷം പങ്കിട്ടത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വേറിട്ട അനുഭവമായി. മണ്ണാർക്കാട് കണ്ടമംഗലം ത അലി മുസിബിയാൻ മദ്രസയുടെ നേതൃത്വത്തിൽ നബിദിനം ആഘോഷിച്ചു. മദ്രസ വിദ്യാർത്ഥികളുടെ ദഫ് മുട്ടിന്റെ അകമ്പടിയോടെ നടത്തിയ നബിദിന റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു. മുസ്തഫ ദാരിമി നേതൃത്വം നൽകി. മറ്റൊരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിലെ രോഗികൾക്ക് ഓണം ആഘോഷിക്കാൻ വർഷങ്ങളായി ഭക്ഷ്യദാന കിറ്റ്. എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിലെ രോഗികൾക്ക് ഓണം ആഘോഷിക്കാൻ വർഷങ്ങളായി ഭക്ഷ്യധാന്യ കിറ്റ് എത്തിക്കാറ് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്കാണ്. ഇത്തവണയും പതിവ് തെറ്റിയിട്ടില്ല. 18 ഇനം ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ കിറ്റ് പാലിയേറ്റീവ് അംഗങ്ങളുടെ സഹായത്തോടെ വീട്ടിലെത്തിച്ചു. കുറവുകളുടെ പേരിൽ അലനല്ലൂർക്കാർ ഓണം ആഘോഷിക്കാതിരിക്കരുതെന്നാണ് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗങ്ങളുടെ തീരുമാനം. ഈ ലക്ഷ്യം വെച്ച് വർഷങ്ങളായി വിവിധ സേവന പ്രവർത്തനങ്ങൾ ബാങ്ക് നടത്തിവരാറുണ്ട്. ഇതിലെ പ്രധാന പ്രവർത്തനങ്ങളിൽ ഒന്നാണ് എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിലെ രോഗികൾക്ക് പതിവ് തെറ്റാതെ എല്ലാ വർഷവും വീട്ടിലെത്തുന്ന ഓണക്കിറ്റ്. ഓണം മലയാളികളുടെ സ്വന്തം ആഘോഷമാണ്. കുറവുകളുടെ പേരിൽ അലനല്ലൂർക്കാർ ഓണം ആഘോഷിക്കാതിരിക്കരുതെന്നാണ് ബാങ്ക് ഭരണസമിതിയുടെ തീരുമാനമെന്ന് പ്രസിഡന്റ് PPK മുഹമ്മദ് അബ്ദുറഹ്മാൻ പറഞ്ഞു. ഓണം ആഘോഷിക്കാൻ രോഗങ്ങളാലും സാമ്പത്തിക പ്രയാസങ്ങളാലും അനുഭവപ്പെടുന്ന ഒട്ടേറെ രോഗികൾ നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും ഉണ്ട്. അലനല്ലൂർ പഞ്ചായത്തിലുടനീളം അത്തരം കാഴ്ചകൾ കാണാം. അപ്പോൾ അത്തരം ആളുകളെ ഒന്ന് കൈപിടിച്ച് ചേർത്ത് നിർത്തുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യം വെച്ചുകൊണ്ട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് സമിതികൾ ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർക്കൊരു ഓണക്കിറ്റ്, അവർക്ക് ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള
സദ്യ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുക എന്നുള്ള ഒരു ഉദ്ദേശം ലക്ഷ്യം വെച്ചുകൊണ്ട് ബാങ്കിനെ സമീപിക്കുകയും അത് കുറേ വർഷങ്ങളായിക്കൊണ്ട് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് അവരെ പാലിയേറ്റീവ് പ്രവർത്തകരോടൊപ്പം ചേർന്നുകൊണ്ട് അലനല്ലൂർ പ്രദേശത്തെ എല്ലാ രോഗികൾക്കും കിടപ്പ് രോഗികൾക്കും ആവശ്യമായ നിരാലംബരായ രോഗികൾക്ക് ആവശ്യമായ ഓണക്കിറ്റുകൾ പാലിയേറ്റീവിന് വേണ്ടി കൈമാറുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അത് എടത്തനാട്ടുകര പാലിയേറ്റീവിന് ഇവിടെ കൈമാറുന്നുണ്ട്, എടത്തനാട്ടുകര പ്രദേശത്ത് കൊടുക്കുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ കർക്കിടാങ്കുന്ന് പ്രദേശത്ത് കനിവ് കർക്കിടാങ്കുന്നിനും അലനല്ലൂർ പാലിയേറ്റീവ് സൊസൈറ്റിക്കും അങ്ങനെ ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ 3 പാലിയേറ്റീവിനും അവർക്ക് ആവശ്യമായ ഓണക്കിറ്റുകൾ ഭക്ഷ്യക്കിറ്റുകളാണ് ഇവിടെ വിതരണം നടത്തുന്നത്. 18 ഇന ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ കിറ്റ് പാലിയേറ്റീവ് ക്ലിനിക് അംഗങ്ങളുടെ സഹായത്തോടെ ബാങ്ക് വീടുകളിൽ എത്തിച്ചു നൽകി. അലനല്ലൂർ പഞ്ചായത്തിലെ ഓരോ വ്യക്തിയുടെയും എല്ലാ ജീവിത സാഹചര്യത്തിലും ബാങ്ക് കൂടെ ഉണ്ടാവുമെന്ന് സെക്രട്ടറി പി ശ്രീനിവാസൻ പറഞ്ഞു. നമ്മളെല്ലാം ഓണം ആഘോഷിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും അടിസ്ഥാന തലത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടി ഏകദേശം 100ഓളം കുടുംബങ്ങളെയാണ് ബാങ്കിൻ്റെ പൊതുനന്മ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ഓണക്കിറ്റിലൂടെ നമ്മൾ സഹായിക്കുന്നത്. അതിൽ വളരെ അധികം സന്തോഷമുണ്ട്. ധന ഇടപാടിനപ്പുറം ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ഭരണസമിതിയാണ് ഓരോ തവണയും ബാങ്കിൽ ചുമതല ഏൽക്കാറ്. എക്കാലത്തും എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിനെ ബാങ്ക് ചേർത്ത് നിർത്താറുണ്ട്. വർഷാവർഷങ്ങളിൽ നൽകിവരുന്ന ഓണക്കിറ്റ് പാലിയേറ്റീവ് രോഗികളിൽ ഉണ്ടാകുന്ന സന്തോഷം നേരിട്ട് കണ്ടറിയാറുണ്ടെന്ന് പാലിയേറ്റീവ് കെയർ ക്ലിനിക് സെക്രട്ടറി എ മുഹമ്മദ് സക്കീർ പറഞ്ഞു. പാലിയേറ്റീവ് പ്രവർത്തകരിലെ ഏറ്റവും അർഹരായ പാലിയേറ്റീവ് പ്രവർത്തനത്തിന് ഏറ്റവും ഭാഗമായി ഏറ്റവും അർഹരായ ഏതാണ്ട് 40ഓളം കുടുംബാംഗങ്ങൾക്ക് അവരുടെ ഓണം സമൃദ്ധമായി ആഘോഷിക്കാൻ ആവശ്യമായ എല്ലാ വിഭവങ്ങളും അടങ്ങിയ കിറ്റ് നൽകിക്കൊണ്ട് ഈ വർഷവും അലനല്ലൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് അതിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത തെളിയിച്ചിരിക്കുകയാണ്. ഇത്തരം ഈ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ ബാങ്കിൻ്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കുവാനും അവരുടെ ഈ ജനങ്ങളുടെ ഇടയിൽ അവരുടെ അംഗീകാരം വർദ്ധിപ്പിക്കാനും ഇത്തവണ 35 പേർക്കാണ് കിറ്റ് നൽകിയത്. കരിമ്പ നമ്മൾ ചാരിറ്റി സൊസൈറ്റിയും കരിമ്പ ഫുഡ്സും സംയുക്തമായി ഓണക്കിറ്റ് വിതരണം നടത്തി. കരിമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീലത ഉദ്ഘാടനം ചെയ്തു. നന്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റ് KC സിബി അധ്യക്ഷത വഹിച്ചു. കരിമ്പ പഞ്ചായത്തിലെ 18 വാർഡുകളിൽ നിന്നായി 300-ലധികം പേർക്കാണ് അരിയും പല വ്യഞ്ജന സാധനങ്ങളും അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തത്. സെക്രട്ടറി ഹരീഷ്, മുഹമ്മദ് മുസ്തഫ, ജനപ്രതിനിധികളായ റസിയ, രാധാകൃഷ്ണൻ, EK മുഹമ്മദ് മുസ്തഫ, രാജലക്ഷ്മി, അജേഷ് പുല്ലായിൽ, ജയപ്രകാശ് കാളിയോട്, PG വത്സൻ, ബാബു എന്നിവർ സംസാരിച്ചു. ഓണാഘോഷങ്ങളുടെ ഭാഗമായി കടമ്പഴിപ്പുറം 5-ാം വാർഡിൽ മുതിർന്ന പൗരന്മാർക്ക് ഓണക്കോടി വിതരണം ചെയ്തു. പഞ്ചായത്ത് അംഗം അഭിലാഷ് ചന്ദ്രന്റെ നേതൃത്വത്തിലാണ് വാർഡിലെ വയോധികരെ ആദരിക്കുകയും ഓണക്കോടികൾ സമ്മാനിക്കുകയും ചെയ്തത്. ഓണക്കാലത്ത് സ്നേഹവും കരുതലും പങ്കുവെക്കുന്നതിന്റെ ഭാഗമായാണ് പഞ്ചായത്ത് അംഗം അഭിലാഷ് ചന്ദ്രന്റെ നേതൃത്വത്തിൽ വാർഡിലെ മുതിർന്ന പൗരന്മാരെ ആദരിക്കുകയും ഓണക്കോടികൾ സമ്മാനിക്കുകയും ചെയ്തത്. നാടിന്റെ മുതിർന്ന തലമുറയുടെ ക്ഷേമവും സന്തോഷവും ഉറപ്പാക്കാനും അവരുടെ അനുഗ്രഹം വാങ്ങാനുമാണ് ഈ ഓണക്കാലത്ത് ഇത്തരം ഒരു സംരംഭം സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ വ്യക്തമാക്കി. ചടങ്ങിൽ V സുരേന്ദ്രൻ, അനിൽകുമാർ എന്നിവർക്കൊപ്പം പ്രദേശവാസികളും പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. മാനവിക ഐക്യവും സാഹോദര്യവും ശക്തിപ്പെടുത്താൻ ഓണം നൽകുന്ന സന്ദേശം ഏറെ പ്രസക്തമാണെന്ന് മന്ത്രി N ശംസുദ്ദീൻ. പാലക്കാട് ജില്ലാതല ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. കീഴാറ്റൂർ ആക്കപ്പറമ്പിൽ ഷോക്കേറ്റ് സഹോദരങ്ങളായ 2 യുവാക്കൾ മരിച്ചു. വെട്ടത്തൂർ എഴുതല സ്വദേശികളായ ഫാസിൽ, സാഹിർ എന്നിവരാണ് മരിച്ചത്. കോഴിഫാമിലേക്ക് തീറ്റ ഇറക്കുന്നതിനിടെയാണ് സംഭവം. മണ്ണാർക്കാട് നഗരസഭയിലെ നികുതി പിരിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ ട്രൈബ്യൂണലിന്റെ സ്റ്റേ ഉത്തരവ് നഗരസഭ പാലിക്കുന്നില്ലെന്ന് പരാതി. പട്ടാമ്പി ഓക്സിജൻ പാർക്ക് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിൽ കൃഷിവകുപ്പ് താൽപര്യം കാണിക്കുന്നില്ലെന്ന് മുഹമ്മദ് മുഹസിൻ MLA. ചരിത്രം ആവർത്തിച്ച് പെരിന്തൽമണ്ണ PTM ഗവൺമെന്റ് കോളേജ്. അറബിക് വിഭാഗം ബിരുദത്തിൽ 1ാം റാങ്ക് ഉൾപ്പെടെ 5 യൂണിവേഴ്സിറ്റി റാങ്കുകൾ PTMലെ വിദ്യാർത്ഥികൾക്ക്.